നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പരസ്യമായി പൊതുയിടങ്ങളിൽ സ്നേഹപ്രകടനം അനുവദനീയമാണോ അല്ലയോ എന്നത് ഇന്ത്യയിൽ ഒരു തർക്കവിഷയമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പരസ്യമായ പ്രകടനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി. എന്നിരുന്നാലും പൊതുവികാരം ഇപ്പോഴും പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെതിരാണ്. അടുത്തിടെ ഒരു എക്സ് ഉപയോക്താവ് മെട്രോയ്ക്കുള്ളിൽ ഒരു യുവാവും യുവതിയും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു വീഡിയോ പങ്കിട്ടു. ഇവരുടെ മുഖം മറച്ചിരിക്കുന്നു. എക്സ് ഉപയോക്താവ് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെയും ബാംഗ്ലൂരു സിറ്റി പോലീസിൻ്റെയും ഔദ്യോഗിക അക്കൗണ്ടിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. ഹേയ്, നമ്മ മെട്രോയിൽ എന്താണ് നടക്കുന്നത്? ബാംഗ്ലൂർ മെട്രോയും ഡൽഹി മെട്രോയായി മാറുകയാണ്. അവർക്കെതിരെ നടപടിയെടുക്കും. ആ പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ ആൺകുട്ടിയെ ചുംബിക്കുകയായിരുന്നു എന്നാണ് വീഡിയോയ്ക്കൊപ്പമുണ്ടായിരുന്ന കുറിപ്പ്. എന്നാൽ ഈ പോസ്റ്റ് ആളുകൾക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് ഉയർത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ പരസ്യ സ്നേഹപ്രകടനം മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുമെന്നും പൊതുമാന്യതയ്ക്ക് എതിരാണെന്നും പലരും വാദിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പരസ്യ സ്നേഹപ്രകടനം ഒരു പ്രശ്നമാകരുതെന്നും പകരം വീഡിയോ എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത വ്യക്തിയെ മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചതിന് ശിക്ഷിക്കണമെന്നും മറുഭാഗം അവകാശപ്പെടുന്നു. ബംഗളൂരു സിറ്റി പോലീസും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടു, ദയവായി നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ DM ചെയ്യൂ എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആളുകളുടെ സമ്മതമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് യഥാർത്ഥത്തിൽ IPC സെക്ഷൻ 354C പ്രകാരം പരമാവധി 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിനാൽ നിങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ സമ്മതമില്ലാതെ വീഡിയോ പകർത്തിയതിന് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടതാണെന്ന് ഒരു എക്സ് ഉപയോക്താവ് കുറിച്ചു. മെട്രോയും പൊതുസ്ഥലങ്ങളും എക്സ് സിനിമാ സൈറ്റുകളുമല്ല. ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് യുവദമ്പതികൾക്ക് അറിയില്ലെങ്കിൽ അവർ കൗൺസിലിംഗ് സെക്ഷനുകളിൽ പോകണം. പൊതുസ്ഥലങ്ങളിൽ ഒരു വ്യക്തി ആത്മനിയന്ത്രണവും മാന്യതയും പാലിക്കുക തന്നെ വേണം. കുട്ടികളെ ഇതൊന്നും പഠിപ്പിക്കാത്ത മാതാപിതാക്കളെ ഓർത്തു ലജ്ജ തോന്നുന്നുവെന്ന് മറ്റൊരാൾ കുറിച്ചു.